ഈ ദാവീദ് പോലും പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കൊലപാതകവും വ്യഭിചാരവും നടന്നിട്ട മനുഷ്യൻ. രാജാക്കന്മാരുടെ കാലത്ത് ഈ പൊളിറ്റീഷ്യൻസിന് ഒത്തിരിയേറെ എപ്പോഴും ഇതുപോലെയുള്ള സംഘർഷങ്ങളും തിന്മയിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അങ്ങനെ ഒരു പൊളിറ്റീഷ്യനായിരുന്നു ഈ ദാവീദ്. അങ്ങനെ ദാവീദ് വീണു പോയതാണ്. പക്ഷെ വീണു പോകുമ്പോഴും ഈ അത്യാഹിതത്തിൻ്റെ ആഴങ്ങൾ നിന്നുകൊണ്ടും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ദാവീദിന് ഒരു പ്രാർത്ഥന കിട്ടിയത് വരാൻ പോകുന്ന യേശുവിലൂടെ ദൈവം നൽകുന്ന ക്ഷമയുടെ അടിസ്ഥാനത്തിലാണ് പിതാവായ ദൈവം ദാവീദിനോട് പൊറുക്കണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 നിങ്ങൾ യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുവിലൂടെ ദൈവം ഭൂലോകത്തിന് മാനവവംശത്തിന് ഒരുക്കിയിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചാണ് ചിന്തിക്കുക. ഇപ്പോൾ ഈ അച്ഛൻ്റെ കൂടെ ഈശോ എന്താ പറഞ്ഞത്? ദാവീദിനോട്, യേശുവിന് എത്രയോ വർഷം മുമ്പാണ് ദാവീദുള്ളത്. അപ്പം ആ ദാവീദിൻ്റെ പാപങ്ങൾ പോലും പിതാവ് ദാവീദിനോട് ക്ഷമിച്ചത് ആ പാപത്തിന് ഭാവിയിൽ പരിഹാരം ചെയ്യാൻ പോകുന്ന യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തെയും ഓർത്തുകൊണ്ടാണ് കരുണ കാണിച്ചിരിക്കുന്നത്. ദാവീദും പ്രാർത്ഥിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൽ വരാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ എന്നോട് ക്ഷമിക്കണമെന്ന കാര്യം ക്ഷമ അവൻ വഴി മാത്രമാണ്. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 7-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 7-ാമത്തെ വാക്യം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, അവിടുത്തെ പുത്രനായ എന്ന് പറഞ്ഞ് അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇപ്പം അക്രൈസ്തവ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. അവർക്ക് കുമ്പസാരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല, അല്ലേ? അവർ കാര്യം സഭയുടെ കൗദാശിക നീരുറവയിലേക്ക് അവർ വന്നിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്കൊരു സാധ്യത എന്താണ്? നിങ്ങളെപ്പോഴും പറയേണ്ടത് ക്രിസ്തുവിൻ്റെ രക്തത്തെ പ്രതി എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം. ഇറ്റ്സ് വെരി സിമ്പിൾ. ക്രിസ്തുവിൻ്റെ രക്തത്തെ ഓർത്തുകൊണ്ട്. കാര്യം ലോകത്തിലുള്ള എല്ലാ പാപക്ഷമയും ചെയ്തിരിക്കുന്നത് അതിൻ്റെ പരിഹാരം ചെയ്ത ആളിൻ്റെ നാമത്തിലാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും കഴിഞ്ഞ ദിവസങ്ങളിൽ റീനി കളമശ്ശേരി, അത് ഒരു അക്രൈസ്തവ സഹോദരിയാണ്. അവരൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അവരുടെ സാക്ഷ്യം പറഞ്ഞതിൻ്റെ അതിൻ്റെ അത് യൂട്യൂബിൽ നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഒരു ദൈവാനുഭവമാണ് അവർ പറയണത്. അതെന്താ പറയണത്? എനിക്ക് ഉടമ്പടി ജീവിച്ചു കഴിഞ്ഞപ്പോൾ, അങ്ങനെയാണ് അവർ പറയണത്, ഉടമ്പടി ജീവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ മിനിമം നോളജ് എന്ന് പറയുന്നത് എന്താണ്? കൃപാസനം നിത്യതയിലേക്കുള്ളൊരു പാലമാണെന്ന്. എങ്ങനെയൊക്കെ എന്തൊക്കെ ഈ ആൾക്കാർ പറയണമെന്ന് കേട്ടോ നോക്കിയേ. അതായത് ഉടമ്പടി ജീവിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന വാക്കുകളെല്ലാം ശ്രദ്ധിക്കണം. എന്താണ്? ഉടമ്പടി ജീവിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, കുറഞ്ഞ വാക്കിൽ പറയാം, കൃപാസനം നിത്യതയിലേക്കുള്ള
ഒരു പാലമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. Praise the ഇതാണ് Lord. ഈടുറ്റ സാക്ഷ്യങ്ങൾ എന്നൊക്കെ പറയണത്. ഇത് ക്രിസ്ത്യാനികൾ പറയണില്ലല്ലോ ഇത് ഇങ്ങനെ. അതാണ് വിഷയം. അപ്പോൾ എന്നിട്ട് അതായത് അവർ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തെന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞില്ലേ, ബുദ്ധിമാന്മാരിൽ നിന്ന് വിവേകികളിൽ നിന്ന് മറച്ചു വെച്ച് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. ലൂക്ക 10:21. ലുക്കായുടെ സുവിശേഷം 10:21 വാക്യം. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. ശിശുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഇള ഒഴുക്കി അമ്മയുടെ മടിയിരിക്കുന്ന സംഭവമല്ല. മറിച്ച് എന്താണ്? എല്ലാത്തിനും ശിശുക്കളുടെ മുമ്പിൽ എല്ലാം അത്ഭുതമായിരിക്കും, എല്ലാം ആകാംക്ഷയിരിക്കും, എല്ലാം അത്ഭുതം. അത് ദൈവത്തെ ഫ്രഷായിട്ട് കേൾക്കുന്നവർ എല്ലാത്തിനെക്കുറിച്ച് ഒരു ആകാംക്ഷയും എല്ലാം അത്ഭുതവും. അടുത്തത് എന്താണ്, ഇനിയുള്ള ജീവിതം എങ്ങനെയാണ്, ഇങ്ങനെ ആകാംക്ഷയും ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടവർക്ക് ആകാംക്ഷ ഉണ്ടാകും. അത് ശിശുക്കളുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. അപ്പം അങ്ങനെ ഈ ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് എൻ്റെ മക്കളെ, എനിക്ക് നിങ്ങളോടുള്ള വീണ്ടും ഒരു അപേക്ഷ, നിങ്ങൾ ഈ വെച്ചിരിക്കുന്ന 6 നിയോഗങ്ങൾ നിങ്ങൾ മറക്കണം. 6 നിയോഗങ്ങൾ, 6 അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഈശോ പറഞ്ഞത് അല്ലേ? അങ്ങനെ ഈശോ പറഞ്ഞിട്ടുണ്ട്. വലിയ കാര്യങ്ങൾ. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യോഹന്നാൻ 14:12. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഉടമ്പടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന വിഷയങ്ങളില്ലേ, ഇത് നമ്മൾ ദൈവവുമായിട്ട് നമ്മൾ ഒരു ബന്ധം വരാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മിനിമം പരിപാടിയാണ്. പക്ഷെ ദൈവം ചെയ്യണതെന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയ. നമുക്ക് കിട്ടുന്ന ഓഫർ എന്താ? നമുക്ക് കിട്ടിയിരിക്കുന്ന ഓഫർ എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ 14:12 അല്ലേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ ഇവയേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതാണ് വാഗ്ദാനം കിട്ടിയിരിക്കുന്നത്. ഉടമ്പടി എന്തിൻ്റെ പ്രാർത്ഥനയാണ്? വാഗ്ദാനം പ്രാപിക്കാനുള്ള പദ്ധതി പ്രാർത്ഥനയാണ്. ഉടമ്പടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കുറഞ്ഞ വാക്കിൽ എന്താ പറയണത്? ഉടമ്പടി വാഗ്ദാനം പ്രാപിക്കാനുള്ള പദ്ധതി പ്രാർത്ഥനയാണ്. അതായത് ഉടമ്പടിയുടെ വിഷയം പ്രാർത്ഥനയാണ്, പക്ഷേ അതിന് പ്രശ്നം എന്താണ്? അത് പ്രോജക്റ്റ് പ്രെയറാണ്, പദ്ധതി പ്രാർത്ഥന. ഒരു പദ്ധതിയുടെ ഭാഗമായുള്ള പ്രാർത്ഥന അതിൻ്റെ അകത്തുള്ളത്, പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ പദ്ധതി കൊണ്ട് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ് പദ്ധതി. അപ്പം അവൻ പറയുന്ന പോലെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം, സ്നേഹം, പ്രത്യാശ വേണം, പിന്നെന്ത് വേണം? സ്നേഹം വേണം. ഇതിനൊക്കെ ഗ്രോത്ത് വേണം. അതാണ് വിഷയം. നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ഒരു പദ്ധതി പ്രാർത്ഥനയാണ്. അതിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞത് എന്താണ്?
അവൻ പറയണത് പോലെ ചെയ്യുന്നതാണ്. അപ്പം ചെയ്യുമ്പോൾ ഈ ആഴ്ച ചെയ്തതുപോലെ അടുത്ത ആഴ്ച ചെയ്യാൻ പറ്റത്തില്ല. എന്താണ്? ഒരു ഗ്രോത്ത് വേണം അവിടെ. എങ്ങനെയാണ്? എന്തൊരു ഗ്രോത്ത് വേണം? ചെയ്യുന്ന ചെയ്വനയിൽ വിശ്വാസത്തിൽ ഗ്രോത്ത് വളർച്ച വേണം. പിന്നെന്ത് വേണം? പ്രത്യാശയിൽ വളർച്ച വേണം. പിന്നെന്ത് വേണം? സ്നേഹത്തിൽ വളർച്ച വേണം. ഇപ്പം ചെയ്യുന്ന ചെയ്യത്തിൽ ഇപ്പം പക്ഷെ നമ്മളെ കണ്ടുവന്നിരിക്കണത് എന്താണെന്നറിയാവോ? ഇപ്പോൾ 2 പുതുക്കി 3 പുതുക്കി ഒരു വന്നിരിക്കണത് ഈ ഡെഡ് ബോഡി പോലെ ചെറിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. 3 പുതുക്കിയിട്ടുണ്ട്, പക്ഷെ മുമ്പുണ്ടായിരുന്ന ജീവൻ പോലെ ഇനിയിപ്പോൾ ഇല്ല. അന്നേരം വേറൊരു ആശാവർക്കറുണ്ട്, പുള്ളിക്കാരത്തി എന്നെ ചെയ്തു, ഈ തൈലവും ഉപ്പും എല്ലാം ആയിട്ട് ചേച്ചിക്ക് കൊടുത്തു വിട്ടായിരുന്നു ഐസിയുലേക്ക്. അതൊക്കെ തൊട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ സാക്ഷി പറഞ്ഞേക്കാവുന്നതായിരുന്നു. ഇപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ സണ്ണിച്ചേട്ടനെ ഐസിയു ഇറക്കി. സണ്ണിച്ചേട്ടൻ പൂർണ്ണ സൗഖ്യവാനായി. ഇപ്പോൾ സണ്ണിച്ചേട്ടന് വാഹനം ഓടിക്കാൻ വരണം, അത്രയും മേലായി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ആങ്ങളയുടെ ഭാര്യയുടെ പപ്പ എൻ്റെ അമ്മയച്ഛൻ്റെ മരിച്ചു പോയപ്പോൾ ആ ശവം കാണാൻ വന്നപ്പം കൊക്കയിലേക്ക് മറിഞ്ഞു, പെടലി ഒടിഞ്ഞു പോയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് കാറെ കൊണ്ടുപോയത്. ഒറ്റ മാസം ഐസി കിടന്നു. അപ്പം ഞാൻ ആദ്യത്തെ പറയാനായിരുന്നു, ഞാൻ മറന്നുപോയത്. അപ്പോൾ ഐസി കിടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചേച്ചിയായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ, എൻ്റെ മാതാവേ, ഞങ്ങളുടെ അച്ഛ ഇന്ന പോലെ ഐസിയു ഇറക്കണേ, 2 പെമ്മക്കളേ ഉള്ളൂ, ആരുമില്ല അവരെ നോക്കാനായിട്ട്. എൻ്റെ ആങ്ങളെയും അവിടെ അനീതിയെ കെട്ടിയവനും മാത്രമേ ഉള്ളൂ, പൂർണ്ണ സൗഖ്യം കൊടുക്കണേ എന്ന് പറഞ്ഞ് അച്ഛയും റെസ്റ്റ് കഴിഞ്ഞ് 3 മാസം ഇപ്പം റെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങാറായി. അച്ഛയുടെ കാര്യങ്ങളെല്ലാം സ്വന്തം ചെയ്യും. അച്ഛയുടെ ഭാര്യ ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ, നാത്തൂൻ്റെ അമ്മ വീട്ടിൽ വന്ന് കിടന്നു. ഇപ്പം പപ്പ എല്ലാ കാര്യവും തന്നെ ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. പെടലിയെല്ലാം കമ്പി ഇട്ടിരിക്കുവാണ്. പെടലി ഒടിഞ്ഞു പോയി, വലിയ കൊക്കയിലേക്കാണ് മറിഞ്ഞത്. അങ്ങനെ ആദ്യത്തെ അനുഭവം. പിന്നെ ഇത് ഇപ്പം എന്നെ കൃപാസനത്തിലേക്ക് കൊണ്ടുവന്ന് കൃപാസനാമ്മയുടെ അടുത്ത് യൂട്യൂബിൽ കയറി പ്രാർത്ഥിക്കാൻ പറഞ്ഞ കൂട്ടുകാരിയുടെ മോളാണ്. ഇവക്ക് ശ്വാസം മുട്ടലുണ്ട്, ഇവിടുത്തെ ഉടമ്പടി എടുത്ത മോളുമാണ്. ഇവക്ക് ശ്വാസം മുട്ടൽ കൂടിയിട്ട് കൊച്ചു മരിക്കാറായി. ഒരു പ്രൈവറ്റ് ആശുപത്രി മരണത്തോട് മല്ലടിക്കുമായിരുന്നു. അതെൻ്റെ വീടിൻ്റെ വാർക്കയുടെ അന്ന് വാർക്ക കഴിഞ്ഞ് ഞങ്ങളെല്ലാം സന്തോഷിച്ചു, പണിക്കാരെല്ലാം പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ പപ്പായും വന്നിട്ടുണ്ടായിരുന്നു, സഹായിക്കാൻ വന്നതാണ്. അങ്ങനെ വന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കൊച്ചിന് ശ്വാസം മുട്ടൽ കൂടി ഇൻഹേലറൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. കൃപാസനത്തിൽ വന്നു കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ശ്വാസം മുട്ടൽ കൂടി ഞാൻ ചെല്ലുമ്പോൾ കൊച്ച് ബെഡിൽ നിന്ന് എടുത്ത് വലിക്കുന്ന, കണ്ണെല്ലാം നിലയിലാണ്. കൂട്ടുകാരത്തി ഓടിവായോ ഷിബിലിയേ, ഓടിവായോ, എൻ്റെ കൊച്ചിൻ്റെ ശ്വാസം ഇപ്പം പോവേ, എൻ്റെ കൊച്ചിപ്പം മരിച്ചു പോവേ എന്നും പറയും. എങ്ങനെയാണോ ഞങ്ങൾ ഒരു കാർ നിറച്ച ആൾക്കാർ ചെന്നപ്പോഴത്തേക്കും കൊച്ചിങ്ങനെ കണ്ണും മിഴിച്ച് കൊച്ചിന് ശ്വാസവും കൂടില്ല. എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ എല്ലാമായിട്ടാണ് ഞാൻ ഓടി. എനിക്ക് എവിടുന്ന് കിട്ടുന്ന ഇതെല്ലാമായിട്ടുണ്ട്. ഞാൻ ഒരു നൈറ്റി ഇട്ടുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. ഞാൻ ചെന്ന ഉടനെ കൊച്ചിൻ്റെ വാ തുറന്നു. ഞാൻ തേൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. 2 കവള് കൊച്ചിനെ കുടിപ്പിച്ച് അത് കഴിഞ്ഞ് ഉടമ്പടി തൈലും എല്ലാം കൊച്ചിൻ്റെ മുഖത്തും ദേഹത്തും എല്ലാം പുരട്ടി കഴിഞ്ഞ് കൊച്ചു കുറച്ച് ശമനിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മാതാവും ഈ കൊന്തയും കൊച്ചിൻ്റെ കാലിൻ്റെ വെള്ളയെ വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം കൊച്ചു ചാടി എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി. അവൻ ആൻറ്റിയമ്മ ദോശയും വെള്ളവും കൊണ്ടുവന്ന്, ഒന്നുമില്ലാതെ ഇവരും ഓടിപ്പോരുമായിരുന്നു. വെള്ളം കൊണ്ടുവന്ന് കൊച്ചു പൂർണ്ണ സൗഖ്യമായി. ഞാനും അന്ന് അമ്മയും മോളും കൊണ്ട് ബാക്കിയുള്ളവരോടെല്ലാം പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരിക്ക് ആശ്വാസമായി, ഇനി ആരും വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും അവിടെ സുഖമായിട്ട് കിടന്നു. വെളുക്കാറായപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് വണ്ടിയായിട്ട് വന്ന് ഞാൻ പോയി. ഇവരെ ഒരു 10 മണിയായപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇവൾ +2 പാസ്സായ മോളാണ്. ഇവൾ നീറ്റ് എഴുതി പാസ്സായി. ഉടമ്പടി മാതാവിനെ ഒത്തിരി വിശ്വസിക്കുന്ന മകളാണ്, ഉടമ്പടിയിലിരിക്കുന്ന മകളാണ്. പിന്നെ അയ്യോ, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഇളയ മോന് ബാംഗ്ലൂർ പഠിക്കാൻ പോകാനായിട്ട് ഒരു കോഴ്സ് ചെന്ന് ചേരാനായിട്ട് പിന്നെ നിർബന്ധവും പോയി. ഇപ്പം ഞങ്ങൾ കോളേജിനെ കുറ്റൊക്കെ അറിഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞപ്പം പറഞ്ഞു എൻ്റെ മോനെ, എൻ്റെ 10 പൈസ ഇല്ല, ഈ വീട് പണി നടന്ന് പഞ്ചായത്തിൽ നിന്ന് പൈസ 4 ലക്ഷം രൂപ കിട്ടാൻ കിടക്കും. അതിന് മുമ്പാണ് എൻ്റെ മാതാവ് എനിക്ക് ഇതെല്ലാം ഒരുക്കി തന്നത്.
എനിക്കറിയാൻ പാടില്ല. മാതാവിൻ്റെ ഇടപെടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് എന്തും കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ നീ ഈ മാസം 5-ാം തീയതിക്ക് മുമ്പ് ഇനി നിനക്ക് പൈസ കിട്ടാൻ നീ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവന് വിശ്വാസമൊന്നുമില്ല. അപ്പോൾ എൻ്റെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, ഞാൻ മൗനമായിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ എൻ്റെ മോന് ബാംഗ്ലൂർക്ക് പോകാനുള്ള പൈസകൾ മുഴുവനും റെഡിയായി. ഞങ്ങൾ ചെല്ലുമ്പം ബാങ്കിലൊക്കെ ഒരുപാട് 200-300 ആൾക്കാരിക്കോ. പക്ഷേ മാതാവ് അവിടെ ഇടപെട്ടുണ്ടല്ലോ, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തെരുതെരിയാണ് ഭംഗിയാക്കി നടത്തുന്നത്. പിന്നെ എനിക്ക് മെയ് 14-ാം തീയതി എനിക്ക് ന്യൂമോണിയ, അതായത് എനിക്ക് വർഷങ്ങളായി, ഒരു 3-4 വർഷമായിട്ട് എനിക്ക് വിട്ടുമാറാത്ത ചുമയാണ്. ഞാൻ TV ആണോ നോക്കാൻ പോകും, വേറെ എന്തൊക്കെ അസുഖങ്ങൾ, എല്ലാ ആശുപത്രികളിലും ചെക്കപ്പ് ചെയ്തിട്ട് എൻ്റെ ചുമ മാറുന്നില്ല. അവസാനം എനിക്ക് ന്യൂമോണിയ ആയിരുന്നു. ഞാൻ ഈ മെയ് 14-ാം തീയതി ഞാൻ പനിയൊക്കെ കൂടുതലായിട്ട് ഞങ്ങളുടെ PHC നിന്ന് മരുന്ന് വാങ്ങിച്ചു, അല്ലാതെ വേറെ എല്ലാ ആശുപത്രി വഴിയിൽ നിന്നും എല്ലാം മരുന്ന് വാങ്ങിച്ചു. ഞാൻ ഇന്ന് കഴിഞ്ഞ് ലാസ്റ്റ് എൻ്റെ കൂട്ടുകാരത്തി വന്നു പോയപ്പോൾ ഞാൻ ന്യൂമോണിയ കൂടി മരിക്കാറായി വീട്ടിൽ കിടക്കുക. അവളെന്നെ അവിടെ സ്കൂട്ടിയിൽ വന്നുവെച്ച് എന്നെ ബസ്സേ കയറ്റി ആശ്രയിക്കുന്ന പറയാം, ന്യൂമോണിയയാണ്, വാർഡിലേക്ക് അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, മേളിൽ ചെന്ന് കൊറോണ ടെസ്റ്റും കൂടി നടത്താൻ പറയും. കൊറോണയുടെ അവിടെ ചെന്നപ്പം അവിടുത്തെ മെയിൻ ഡോക്ടർ പറയാം, കൊറോണയാണ്, പോസിറ്റീവ് ആകും, ICUലേക്ക് ആക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൃപാസന മാതാവേ, എനിക്ക് കൊറോണയും കൂടി വന്നു കഴിഞ്ഞാൽ എനിക്കിനി ജീവൻ കിട്ടത്തില്ല. പിന്നെ അമ്മ എനിക്ക് മാറ്റി തരുമെന്ന് ഉറപ്പുണ്ട്. എന്നാലും എൻ്റെ മാതാവേ, എനിക്ക് കൊറോണ പോസിറ്റീവ് ആക്കരുതേ എന്ന് പറഞ്ഞു. എന്നെ 7 ദിവസം എന്നെ ആൻറ്റിബയോട്ടിക് ചെയ്ത് ആശുപത്രിയിൽ കിടക്കണം എന്ന് പറഞ്ഞു. ഞാൻ 4-ാം പൊക്കം എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ 4-ാം പൊക്കം മെഡിക്കൽ കോളേജിൽ നിന്ന് പോയി എൻ്റെ വർക്കുകളെല്ലാം ഭംഗിയായി ചെയ്യുന്നു. എൻ്റെ ചുമയും മാറി. എനിക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിധം കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എല്ലാവരും എന്നെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടി എൻ്റെ കൃപാസന മാതാവ് എൻ്റെ കൊന്ത ഞാൻ കഴുത്തേയിട്ടാണ് നടക്കുന്നത്. ഏത് പാലിയേറ്റീവ് കെയറിൽ മാസത്തിൽ ഞങ്ങൾ 10-15 പാലിയേറ്റീവ് പോകും. ഞാൻ അവിടെ എല്ലാം പത്രവും കൊടുക്കും, അവർക്കെല്ലാം ആശ്വാസവും പകരും, ഈ മാതാവിനെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. 10-30-35 വയസ്സായി കഴിയുമ്പോൾ ഷുഗർ കൂടി കാല് ഒക്കെ മുറിച്ച് കളഞ്ഞവരാണ് കിടക്കുന്നത്. നമ്മൾക്കൊക്കെ ഒന്നുമില്ല. നമ്മൾ ഓരോ വീട് വഴി ചെല്ലണം, ഓരോ അനുഭവങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ലോകമെമ്പാടുമുള്ള മക്കൾക്ക് നേരം വെളുക്കുമ്പോഴെ മുദ്രയിട്ട്, ഈശോയുടെ തിരുരക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ മക്കളെ കാക്കണമേന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടിയല്ല, നമ്മൾ ലോകമെമ്പാടുമുള്ള എല്ലാ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ദൈവം മാതാവും ഇടപെട്ട് നമുക്ക് കോടാനുകോടി, എനിക്ക് ഇനിയും ഈ അൽത്താരയിൽ നിന്ന് എനിക്ക് ഇനിയും അനേക സാക്ഷ്യങ്ങൾ പറയാൻ എൻ്റെ മാതാവ് അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് നിർത്തുന്നു. കോടാനുകോടി നന്ദി. യേശുവേ സ്തോത്രം. ഗ്ലോറി ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. എന്നെ ഈ തിരുവൾത്താരയിൽ കയറി നിൽക്കാൻ അനുവദിച്ച എൻ്റെ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ എഴുപുന്നയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018-ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാനൊരു നേഴ്സാണ്. ഞാൻ ഇറ്റലിക്ക് ആദ്യം വിസയ്ക്ക് അപ്ലൈ ചെയ്തായിരുന്നു. എനിക്കത് റിജക്ഷൻ വന്നു. എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു വിദേശത്ത് പോയി ജോലി ചെയ്യുക എന്നത്. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, കൃപാസനം എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്, അവിടെ പോയി നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാണെങ്കിൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറഞ്ഞു. അന്നെനിക്ക് കൃപാസനം എന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു, മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചു. എനിക്ക് കിട്ടിയ എൻ്റെ കാശ് രൂപം എൻ്റെ പാസ്പോർട്ടിനകത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ വിസയ്ക്ക് 2ാമത് അപ്ലൈ ചെയ്തു. ദൈവാനുഗ്രഹത്താൽ എനിക്ക് എൻ്റെ വിസ അപ്രൂവായി കിട്ടി. അതിനുശേഷം ഞാൻ ഇറ്റലിക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ ജോലി തിരക്കും മറ്റ് സാഹചര്യങ്ങളും കൊണ്ട് എനിക്ക് എൻ്റെ ഉടമ്പടി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. എങ്കിലും എൻ്റെ കാശ് രൂപം അന്നും എന്നും എൻ്റെ ജപമാലയിലുണ്ടായിരുന്നു. എന്ത് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ കാശ് രൂപം പിടിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് കയ്യിൽ പിടിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഞാൻ എൻ്റെ പോക്കറ്റിലോ ഉടുപ്പിൻ്റെ വേറെ എവിടെയെങ്കിലുമായിട്ട് ഞാൻ എൻ്റെ ജപമാല വയ്ക്കാറുണ്ട്. അങ്ങനെ 2020 എൻ്റെ വിവാഹമായിരുന്നു. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. വിവാഹശേഷം ഞങ്ങൾ തിരിച്ചു പോയി.
കൊറോണയുടെ പീക്ക് ടൈമായിരുന്നു അവിടെ. അന്നും എൻ്റെ മാതാവ് എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഒരാപത്തും വരാതെ, മാതാവിൻ്റെ കാശുരൂപം മൂലം ഞങ്ങൾ ഒരാപത്തും കൂടാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിനുശേഷം ഞാൻ പ്രഗ്നൻ്റായി. എൻ്റെ പ്രഗ്നൻസിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഹാർട്ട് റിതം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ BP ലോ ആയിരുന്നു. എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും എന്നെൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞു. അതുകൊണ്ട് 6th മന്ത് തൊട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. 7th മന്തിൽ എന്തായാലും അവർ സിസേറിയൻ ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കാശുരൂപത്തിൻ്റെ ശക്തിയാൽ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒന്നും ഉണ്ടായില്ല. പക്ഷേ 7th മന്തിൽ ഡോക്ടേഴ്സിന് പേടിയുണ്ടായിരുന്നതിനാൽ അവർ എനിക്ക് സിസേറിയൻ ചെയ്തു. ആ സമയത്ത് എൻ്റെ കാശുരൂപം ഞാൻ അവരുടെ അനുവാദത്തോടെ എൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും എൻ്റെ ബോധം പോയ സമയത്ത് എൻ്റെ കാശുരൂപം എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ കാശുരൂപം മാത്രമേ എനിക്ക് നഷ്ടപ്പെട്ടുള്ളായിരുന്നു. എൻ്റെ അമ്മ ഇന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ലായിരുന്നു. ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ എനിക്ക് എൻ്റെ അമ്മ തന്നു. അതിനുശേഷം എൻ്റെ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നില്ല, നോർമലായിരുന്നു. അവരാരും പ്രതീക്ഷിച്ചതിനേക്കാൾ നോർമലായിട്ടാണ് എൻ്റെ ഇത് നടന്നതെന്ന് പറഞ്ഞു. അതിന് ഞാൻ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതിനുശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ നാട്ടിലേക്ക് തിരിച്ചു പോരാൻ തീരുമാനിച്ചു. ഞങ്ങൾ വേറൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ പോവാം, OET എഴുതിയിട്ട് വേറെ കൺട്രി പോവാമെന്ന് വിചാരിച്ച് തിരിച്ചു വന്നു. അന്ന് എനിക്ക് ഇവിടെ അച്ഛൻ പറയാറുള്ളത് പോലെ എൻ്റെ മെറിറ്റിൽ ഞാൻ എന്തോ കുറച്ചിതായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു 3 മാസം മതി, അപ്പോഴേക്കും നമുക്ക് അടുത്ത കൺട്രി പോവാം എന്ന് പറഞ്ഞു. പക്ഷേ മാതാവ് ആ സമയത്ത് എന്നെ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം OET എഴുതി, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവല്ല, എൻ്റെ മാതാവിൻ്റെ കഴിവാണ് ഇത്രയും എന്നെ നയിച്ചത് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഒരു ദിവസം രാത്രി ഉറങ്ങിയപ്പോൾ മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നു. എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ മേളോട്ട് കൊണ്ടുപോകുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, അമ്മ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. കുഞ്ഞിനോടൊന്നും പറഞ്ഞില്ല, ഹസ്ബൻഡിനോടൊന്നും പറഞ്ഞില്ല. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കണ്ണൊന്ന് തുറക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പം ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ കണ്ണ് തുറന്നു. അപ്പം ഭയങ്കര വെളിച്ചമായിരുന്നു. ഈ കൃപാസനം ഈ സെയിം മാതാവായിരുന്നു ഞാൻ കണ്ടത്. പക്ഷേ ഡ്രസ്സിൻ്റെ വെളിച്ചം കൊണ്ട് എനിക്ക് ഞാൻ ജസ്റ്റ് തുറന്നു, അപ്പോൾ തന്നെ കണ്ണടച്ചു. അതിനുശേഷം ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഉടമ്പടി ഒന്നുകൂടെ എടുക്കണം, എനിക്ക് എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടായിരുന്നു, എനിക്ക് എൻ്റെ അമ്മേനെ കാശുരൂപം വേണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ വന്ന് ഉടമ്പടി എടുത്തു. അന്നിവിടെ എക്സാം സ്റ്റുഡൻസിന് അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും അതിനുള്ളൊരവസരം ദൈവാനുഗ്രഹത്താൽ ലഭിച്ചു. ഞാൻ അതിനുശേഷം OET എക്സാം എഴുതി. എനിക്ക് OET പാസ്സാവാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ന്യൂസിലൻഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. മാതാവിൻ്റെ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് എൻ്റെ CGFNS പ്രോസസ്സിങ്ങിന് ഞാൻ പേപ്പർ വർക്കിന് എൻ്റെ കോളേജിലും വർക്ക് ചെയ്ത സ്ഥലത്തും എംപ്ലോയ്മെൻറ്റിലെല്ലാം പോയത്. അവിടെ നമ്മൾ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ്ങിന് നമ്മൾ ഡയറക്റ്റ് പോകണമായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഇതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ, ട്രിവാൻഡ്രം ഒക്കെ പോകേണ്ടതുണ്ടായിരുന്നു. അവിടെ ഞാൻ ചെന്ന് ഫസ്റ്റ് ഞാൻ എൻ്റെ ഉപ്പെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവിടെ ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ അമ്മയെ എന്നെ ഇനി ഇവിടെ വരുത്താൻ അനുവദിക്കരുത്, എൻ്റെ പേപ്പർ വർക്ക് എല്ലാം ക്ലിയർ ആയിട്ട് പോകണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് അകത്തേക്ക് ചെല്ലുന്നത്. അതിന് പ്രകാരം എൻ്റെ പേപ്പർ വർക്ക് എല്ലാം ക്ലിയർ ആയിട്ട് പോയി. പക്ഷേ കർണാടകയിൽ ചെന്നപ്പം അവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കണമായിരുന്നു. 2 ദിവസത്തിന് ശേഷമേ അവിടെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിവിടെ ഒറ്റയ്ക്കായിരുന്നു, ഹസ്ബൻഡ് തിരിച്ചു പോയായിരുന്നു. അപ്പം എൻ്റെ ബ്രദറുമായിട്ടാണ് ഞാൻ കർണാടകയിൽ പോയത്. കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ബ്രദറുമായിട്ട് പോയത്. റിട്ടേൺ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് 2 ദിവസത്തേക്ക് എനിക്ക് എന്തായാലും പറ്റില്ല, എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അപ്പോയിൻമെൻ്റ് ഇരിക്കുന്നവരാണ് ഈ ഇരിക്കുന്നവരെല്ലാം എന്ന് പറഞ്ഞു. അവിടെ സൈഡിൽ ഒത്തിരി പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഒന്ന് സംസാരിച്ചോട്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നീ സംസാരിച്ചിട്ട് വാ, എന്തായാലും നടക്കില്ല, നീ പോയിട്ട് വാ എന്ന് പറഞ്ഞു. ഒരു പുച്ഛത്തോടെ അവരെന്നെ അകത്തേക്ക്, അതായത് സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് വിട്ടു. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യക്കാരി പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു എന്തായാലും നീ പോവരുത്, എനിക്ക് 10:30 അപ്പോയിൻമെൻറ്റ് കിട്ടിയതാണ്, 2:30 എന്നെ ഇതുവരെ അവർ വിട്ടിട്ടില്ല, ഷൗട്ട് ചെയ്ത് വിടുക ചെയ്തത്, നീ പോകണ്ട, നിനക്ക് ചീത്ത കിട്ടും എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടാതെ ആ ഉപ്പ് കൈ പിടിച്ചു, ജപമാലേൻ്റെ കാശുരൂപം കൈ മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് ചെന്നു. വിശ്വാസപ്രമാണം ചൊല്ലി ആ സൈഡിൽ ഞാൻ ഉപ്പിട്ടു. സെക്യൂരിറ്റിയോട് ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സെക്യൂരിറ്റി എന്നോട് 2nd ഫ്ലോർ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു, ചെയർ ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. ആ ചെയറിൽ ഞാനിരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു മാഡം വന്നിട്ട് എന്നോട് കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പേപ്പർ ചെയ്യാനുണ്ട്. ഒരു ഹാഫ് ആൻ അവർ പോലും എടുത്തില്ല. അവരെൻ്റെ പേപ്പറെല്ലാം ക്ലിയർ ചെയ്ത് ഇനി അവർ ഡയറക്റ്റ് അങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. തിരിച്ച് ഞാൻ താഴെ ഓഫീസിൽ വന്നപ്പം അവരെന്നെ പുച്ഛത്തോടെ നോക്കിയിട്ട് പറഞ്ഞു നടന്നില്ലല്ലേ, ചീത്തവിളി കിട്ടിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ, എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു, എൻ്റെ മാതാവ് നടത്തി എന്ന് പറഞ്ഞു.
അവരത്ര അത്ഭുതത്തോടെ ആ കാര്യം നോക്കി നിന്നു. എനിക്കത് വലിയൊരു അനുഗ്രഹമായിരുന്നു. എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ഈസി ആയിട്ട് തന്നെ നടന്നു. എനിക്ക് അതിനുശേഷം എൻ്റെ ന്യൂസിലൻഡ് വെരിഫിക്കേഷൻ ഒരു 45 ഡേയ്സ് കൊണ്ട് വരേണ്ട DL എനിക്ക് 12 ഡേയ്സിൽ കിട്ടി. അതിനുശേഷം എൻ്റെ മെഡിക്കലായിരുന്നു. എനിക്ക് മെഡിക്കലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഹാർട്ട് റിതം വ്യത്യാസമുണ്ട്. എൻ്റെ BP എപ്പോഴും ലോ ആയിരിക്കും. എൻ്റെ HP ലെവൽ 8 അല്ലെങ്കിൽ 9 അത്രേ ഉണ്ടാവുള്ളൂ. ESR ലെവൽ ഹൈ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന ഒരു നേഴ്സ് ആയതുകൊണ്ട് ഇതൊക്കെ എനിക്കറിയാം. ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കിംസ് ട്രിവാൻഡ്രത്തായിരുന്നു എൻ്റെ മെഡിക്കൽ. ഞാൻ അതിനു മുന്നേ എനിക്കപ്പം ഞാൻ മാതാവിൻ്റെ മാസം മെയ്യിൽ തന്നെ എനിക്ക് ഡേറ്റ് വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മെയ് 30 തന്നെ ഞാൻ മെഡിക്കലിന് ഡേറ്റ് എടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു അടുത്ത ലാബിൽ പോയി ഇതെല്ലാം ചെക്ക് ചെയ്തു. ഇതെല്ലാം പഴയ പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഞാനൊരു ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്തു. ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു എനിക്ക് 5 ദിവസമേ ഉള്ളൂ, 5-ാം ദിവസം എൻ്റെ മെഡിക്കലാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു എത്ര മരുന്നെടുത്താലും നിൻ്റെ HP ഒന്നും ഇത്രയും 5 ദിവസം കൊണ്ട് കൂടാൻ പോകുന്നില്ല, നീ ഡേറ്റ് മാറ്റുക, എന്നിട്ട് ഇതിനെന്നാന്ന് വെച്ചാൽ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ട് മെഡിക്കലിന് പോയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫീവറും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ കൗണ്ടെല്ലാം മാറി നിന്നു.